രാത്രിയായതിനാൽ എയർ ആംബുലൻസിന് യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് ആളിന്റെ അവയവങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ റോഡ് മാർഗം തിരഞ്ഞെടുത്തത്. ഒരിടത്തും പിഴയ്ക്കാതെ ആംബുലൻസ് ഡ്രൈവറും പോലീസും നാട്ടുകാരും ഒരുമിച്ച് നിന്നതോടെ വെറും 3.5 മണിക്കൂറിൽ ദൌത്യം പൂർത്തിയായി. കിംസ് ആശുപത്രിയിലെ ഡോക്ടർ വർഗീസ് എൽദോയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7 മണിയോടെയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി ആംബുലൻസ് പുറപ്പെട്ടത്. ഇടപ്പള്ളി വൈറ്റില വഴി കുണ്ടന്നൂരിലേക്ക്, കോട്ടയവും കൊട്ടാരക്കരയും കടന്ന് തിരുവനന്തപുരത്തേക്ക്. യാത്രയിലുടനീളം അകമ്പടിയായി പോലീസ്, ഇടം വലം കൈകോർത്തു നിന്ന് നാട്ടുകാർ. ഉത്സവം നടക്കുന്ന വെഞ്ഞാറമ്മൂട് മാണിക്കോട് ക്ഷേത്രത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ അനൗൺസ്മെന്റ് നടത്തിയത് വലിയ ദൌത്യത്തിനായി നാടൊന്നിച്ചതിന്റെ പല ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രം. ഒടുവിൽ 3.5 മണിക്കൂർ കൊണ്ട് ദൌത്യം പൂർത്തിയായി. കുഞ്ഞുങ്ങൾക്കായാണ് അവയവദാനം എന്ന് കേട്ടതോടെ മറ്റൊന്നും ആലോചിച്ചില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ മാള സ്വദേശി ജൈനേഷ്. കൊച്ചിന്റെ ജീവൻ അല്ലേ, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് ഒന്നും പറ്റാണ്ട് ഇവിടെ എത്തട്ടെ എന്നൊരു ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം. രാത്രിയായതിനാൽ എയർ ആംബുലൻസിന് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതോടെയാണ് റോഡ് മാർഗം ദൌത്യം പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. 2 മണിക്കൂർ കൊണ്ട് അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തരാമെന്ന് പോലീസിന്റെ ഉറപ്പ് ലഭിച്ചതോടെ ധൈര്യമായെന്ന് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് 24-നോട്. നമുക്കുള്ള വാടകയ്ക്കുള്ള ഹെലികോപ്റ്റർ രാത്രി പറക്കില്ല. 5 മണിക്ക് അവർക്ക് ടേക്ക് ഓഫ് ചെയ്യണം. അതാണ് ലാസ്റ്റ് കട്ട് ഓഫ് തന്നത്. ശ്രീജിത്ത് DGP ആണ് ഞങ്ങൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഗ്രീൻ കോറിഡോർ ഒരുക്കി തരാം, യു വിൽ ബി റീച്ചിങ് ബൈ അറൌണ്ട് 2.5 മണിക്കൂറിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിക്കുന്ന പരിപാടി ചെയ്തു തരാമെന്നാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ റോഡ് വഴി മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും. ദൌത്യം പൂർത്തിയാക്കാൻ നാടാകെ ഒറ്റക്കെട്ടായി നിന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ മറ്റൊരു ഉദാഹരണമായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.